നമുക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ ഓണക്കാഴ്ചകളൊന്ന് കണ്ടാലോ. ഇത് നമ്മുടെ രാമചന്ദ്ര. ട്രാഫിക് തന്നെ കൺട്രോൾ ചെയ്യാൻ പാടാണ്. ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. തിരുവോണവും ഉത്രാടവും ഒന്നും ഇനി എത്തിയിട്ടില്ല. ഇനി ഒരു 5-6 ദിവസത്തിനകത്ത് തിരുവോണം എത്തും. അപ്പോൾ അതിനു മുമ്പേ ഉള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഓണക്കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴേ നല്ല തിരക്കായി. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടും ഇനി ഇവിടെ അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും കേട്ടോ. ഓണത്തിനായിട്ടുള്ള ചിപ്സ്, ഉപ്പേരി എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു സൈഡ് മൊത്തം ചിപ്സ് കടയാണ്. ഇവിടെ ഇതുപോലെ ചിപ്സ് കടയുള്ളവർ അറിയാത്തവരായിട്ട് ആരും കാണില്ല. ഓണാകുമ്പോൾ ഇവിടേക്ക് ഒരു പ്രത്യേക വൈബാണ്. വൈകുന്നേരം 5 മണിക്ക് വന്നാൽ ലൈവായിട്ട് ചിപ്സ് ഇടുന്നതൊക്കെ കാണാം. ചിപ്സൊക്കെ ലൈവായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാൽ ചിപ്സ് ഇടുന്നതൊക്കെ കാണാം. അതെ, ഇപ്പം സമയം രാത്രി 9 മണിയായി. കുറച്ച് ലേറ്റായി പോയി. വൈകുന്നേരം വന്നെങ്കിൽ നമുക്ക് ചൂടോടെ ഇടുന്നതൊക്കെ ഒന്ന് കാണാമായിരുന്നു. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിട്ട് റൈറ്റ് സൈഡിൽ കുറേ ചിപ്സ് കടകളുണ്ട് കേട്ടോ. കാരണം ഇത് കാണാൻ തന്നെ പ്രത്യേക ഒരു വൈബാണ്. ഇവിടെ വന്നാൽ ആരായാലും വാങ്ങിപ്പോകും. അത്രയും ചൂടായിട്ട് തന്നെയാണ് സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ, അത്രയും ക്വാളിറ്റിയോടുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നൊരു ഏരിയ ആണിത്. കിഴക്കേക്കോട്ടയുടെ സ്വന്തം ചിപ്സ് കടയാണ് ഫോർട്ട് ചിപ്സ്. ചേട്ടാ, കച്ചവടമൊക്കെ ഓണത്തിന് അടിച്ചു പൊളിക്കുന്നല്ലേ? ഇതാ ഇങ്ങനെ പൂക്കളെ ഇട്ടോളം നിരത്തി വെച്ചേക്കാണ് സാധനങ്ങളൊക്കെ. പൊട്ടറ്റോ ഫിംഗർ ചിപ്സ്, മരിച്ചിനി വരല് ഫിംഗർ ചിപ്സ്, പൊട്ടറ്റോ ചില്ലി, ഉപ്പേരി, റൈസ് ഹലുവ, വീറ്റ് ഹലുവ, ഫ്രൂട്ട്സ് ഹലുവ, ടപ്പിയോക്ക, എല്ലാ ഐറ്റവും ഉണ്ട്. ഏതൊക്കെ സാധനം ഉണ്ടോ അതിലെല്ലാം ചിപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഏതൊക്കെ ഐറ്റംസ് പല ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ട്. അങ്ങനെ പല വെറൈറ്റികളാണ് ഓരോ കടയിലും നിരത്തി വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് തിരക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വിരൽ ഊന്നാൻ പോലും ഇവിടെ സ്ഥലം കാണില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അതൊരു വൈബ് തന്നെയാണ്. പിന്നെ എല്ലാവരും ഇന്നും നാളെ ഒന്നും സാധനം വാങ്ങിക്കാൻ ഇറങ്ങും. ഉത്രാടത്തിൻ്റെ ഒന്നേ ഇറങ്ങുള്ളൂ. എല്ലാവരും ആ ദിവസമാണ് കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടയിലേക്ക് വന്ന് നിൽക്കാൻ പോലും ഉള്ള സ്പേസ് നമുക്ക് കാണില്ല. അപ്പോൾ എന്തായാലും അതും ഒരു വൈബ് തന്നെയാണ്. ഉത്രാടത്തിന് ഞാൻ ഇറങ്ങും, റോഡിൽ ഇറങ്ങും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് കാണണം, അല്ലേ ചേട്ടാ? ഓണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തുണിക്കടയിൽ മാത്രമല്ല തിരക്ക്. പൂക്കടയിലായാലും ചെരുപ്പ് കടയായാലും ഏത് കടയായാലും തിരക്കാണ്. അതുപോലെ തന്നെയാണ് പൂക്കൾ ഒരുക്കാനുള്ള പൂക്കളെല്ലാം റെഡിയാക്കി വെച്ച് പൂക്കടക്കാരും ഓണത്തെ ഇങ്ങനെ വരവേൽക്കാനായി കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഓണത്തിൻ്റെ വൈബൊക്കെ ആസ്വദിക്കണമെങ്കിൽ നേരെ ഈസ്റ്റ് ഫോർട്ടിൽ വരണം. കാരണം എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലും പഴയ രാമചന്ദ്രയുടെയും മുന്നിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എവിടെയാണെന്നറിയോ? പഴയ രാമചന്ദ്രയുടെ മുന്നിലാണ്. പിന്നെ പഴയതുപോലെ ഇങ്ങോട്ടൊക്കെ വരുന്നവരാണെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രാമചന്ദ്രയുടെ മുന്നിലൊന്നും ഇപ്പോൾ ഒരു വാഹനവും പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വണ്ടിയൊക്കെ എവിടെയെങ്കിലും ദൂരെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിനുള്ളിൽ കയറാൻ. കഴിവതും 2 വീലറിൽ വരാൻ ശ്രമിക്കുക. കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വല്ല തമ്പാനൂരിലും ഇട്ടിട്ട് നടന്ന് ഇതുവരെ വരേണ്ടി വരും. ആ ഒരു അവസ്ഥയാണിപ്പോൾ. ഇടയ്ക്കൊക്കെ പോലീസിന്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വസ്ത്രങ്ങൾ വാങ്ങാൻ വരുന്നവരൊക്കെ അവരുടെ ആഭരണങ്ങളും പേഴ്സുകളൊക്കെ സൂക്ഷിക്കുക. ഞങ്ങൾ വന്ന സമയം രാത്രി 9 മണിയാണ്. 9 മണിയാകുമ്പോഴെങ്കിലും തിരക്ക് കുറയുമെന്ന് ഓർത്താണ് ആ സമയത്ത് ഇറങ്ങിയത്. എന്നിട്ട് കണ്ടല്ലോ അല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു വിഭവമാണ് പായസവും ബോളിയും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ഫോർട്ടിലാണ്, ബോളി സെൻറ്ററിലാണ്, മഹാബോളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബോളിയൊക്കെ കാര്യമായിട്ട് തന്നെ ഇതാ ഇവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗീയുടെ മണവും. അപ്പോൾ നല്ല എങ്ങനെയാണ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ടേ നിങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള അതിൻ്റെ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓണം സംബന്ധിച്ചുള്ള ഒരു സ്റ്റോക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് ഈ തിരുവനന്തപുരത്ത് ബോളിയും പായസമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് ഫോർട്ടാണ് കേട്ടോ. ഇവിടെ അത് കണ്ടില്ലേ, വണ്ടികളൊക്കെ ആ സിഗ്നലൊക്കെ വിട്ട് ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകയും എല്ലാവരും തിരക്കാണ്, എല്ലാവരും ഹാപ്പിയിലാണ്, ഓണം വൈബിലാണ്.